ഹായ്, നമ്മൾ ഇഷ്ടിക ഉപയോഗിച്ച് വീട് കെട്ടുമ്പോൾ ചുമര് കെട്ടുന്നതിന് മുമ്പായിട്ട് ഇഷ്ടിക നല്ലപോലെ നനയ്ക്കണം എന്ന് പറയാറുണ്ടല്ലേ. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിത് നോക്കുന്നതിനായിട്ട് ഒരു ഇഷ്ടിക ആദ്യം നല്ലപോലെ നനച്ച് എടുക്കുകയാണ്. വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം ആ ഇഷ്ടികയുടെ മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സിമെന്റ് അപ്ലൈ ചെയ്യാണ്. അതേപോലെ തന്നെ നനയ്ക്കാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു ഇഷ്ടികയുടെ മുകളിൽ നമ്മൾ സിമെന്റ് തേച്ച് കൊടുക്കുന്നു. ഇപ്പൊ ഈ നനച്ച ഇഷ്ടികയുടെ മുകളിൽ തേച്ചിട്ടുള്ള സിമെന്റ് കാണുമ്പോൾ തന്നെ അറിയാം അതിലൊരു ഈർപ്പം ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നുണ്ട്. ആ വെള്ളം വറ്റാതെ നിൽക്കുന്നുണ്ട്. കാരണം ഓൾറെഡി ഇഷ്ടികയിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഈ സിമെന്റിലെ വെള്ളം ഇഷ്ടിക വലിച്ചെടുക്കുന്നില്ല. ഇത് നമ്മൾ മെല്ലെ ഇളക്കി മാറ്റി നോക്കുമ്പോഴാണെങ്കിലും അത് ഇഷ്ടികയിൽ നല്ലപോലെ പറ്റിപ്പിടിച്ച് ആ ഒരു ഈർപ്പത്തോടു കൂടി കിടക്കുന്നതായിട്ട് കാണാം. അതേസമയം നനയ്ക്കാത്ത ഇഷ്ടികയുടെ മുകളിൽ തേച്ചിട്ടുള്ള സിമെന്റ് അത് മെല്ലെ മെല്ലെ ഡ്രൈ ആയി വരികയാണ്. ഇഷ്ടിക ആ വെള്ളം വലിച്ചെടുക്കുകയാണ്. നമ്മളിതിങ്ങനെ ഇളക്കി മാറ്റി നോക്കുമ്പോഴും അത് പൊടിഞ്ഞു പൊടിഞ്ഞു വരും. അതിൽ ഈർപ്പമില്ലാതെ ഒരു പൗഡർ ഫോമിലാണ് അത് ഇളകി വരുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഈർപ്പത്തോട് കൂടിയ സിമെന്റിന് മുകളിൽ അടുത്ത ബ്രിക്ക് വെക്കുമ്പോൾ അതിന് നല്ലൊരു ഗ്രിപ്പ് കിട്ടും. സ്വാഭാവികമായിട്ടും രണ്ട് ഇഷ്ടികയുടെ ഇടയിൽ ആ ഒരു ഈർപ്പത്തോടെ നല്ല ഗ്രിപ്പോടെ ബലത്തിൽ അതിരിക്കും. അതേസമയം നനയ്ക്കാത്ത ഇഷ്ടികയുടെ മുകളിൽ സിമെന്റ് തേച്ച് അത് ഡ്രൈ ആവുന്നത് കൊണ്ട് തന്നെ ആ മോളിൽ വെക്കുന്ന ഇഷ്ടികയ്ക്ക് ആ ഒരു ഗ്രിപ്പ് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് ബ്രിക്സ് ഉപയോഗിക്കുമ്പോൾ ഇഷ്ടിക നല്ലപോലെ നനച്ചു കൊടുത്ത ശേഷം വേണം സിമെന്റ് അപ്ലൈ ചെയ്യാനെന്ന് പറയുന്നത്.